ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വാർഡംഗങ്ങളെ BJP-യിൽ എത്തിക്കാൻ നീക്കം. 8 പേരെയും BJP നേതാക്കൾ സമീപിച്ചതായാണ് സൂചന. മറ്റത്തൂരിൽ BJP-യിലേക്ക് ആര് വന്നാലും സ്വീകരിക്കുമെന്ന് എറണാകുളം തൃശൂർ മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. DCC പ്രസിഡന്റ് ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള ഏർപ്പാടാണ് നടത്തേണ്ടത്. ജോസഫ് ടാജറ്റ് ആദ്യം ഈ ഔസേപ്പ് അവിടെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയ ആളാണ്. ആ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി CPM-ൽ പോയിട്ട് എങ്ങനെയാണ് മത്സരിച്ചതെന്ന് ടാജറ്റ് പോയിട്ട് അന്വേഷിക്കണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ല. 8 അംഗങ്ങളും 2 വിമതന്മാരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 BJP അംഗങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി, BJP-യോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മറ്റത്തൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തക ഭരണം അവസാനിപ്പിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നാട്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്വതന്ത്രന് പിന്തുണ നൽകി കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം യോജിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് അകറ്റുന്ന പോലെയല്ല, അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതേസമയം നിലപാട് വ്യക്തമാക്കാൻ മറ്റത്തൂർ പഞ്ചായത്തിലെ മുൻ കോൺഗ്രസ് വാർഡംഗങ്ങൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. മുബഷീർ P. അക്ബറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബഷീർ, നാടകീയത തീരുന്നില്ല. ഇപ്പോഴിതാ BJP നീക്കം, രാജിവെച്ചവരെ BJP-യിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ അംഗങ്ങളുടെ നിലപാട്? എന്താണ്? വിനീത, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച നാടകീയ സംഭവങ്ങൾ അതാ നിലയിൽ തന്നെ മറ്റത്തൂരിനെ ചുറ്റിപ്പറ്റി തുടരുകയാണ്. വിശേഷം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ മറ്റത്തൂരിനെ ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് BJP വളരെ രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ മറ്റത്തൂരിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ രാജിവെച്ച കോൺഗ്രസിന്റെ 8ഓളം വാർഡംഗങ്ങളെ BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ BJP നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതാക്കളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ രാജിവെച്ച 8ഓളം അംഗങ്ങളെ സമീപിച്ചതായിട്ടുള്ള ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അവരെ BJP-യിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് BJP-യെ സംബന്ധിച്ച് അത് വലിയ മുതൽക്കൂട്ടാകും. വിശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP പ്രചാരണത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ഒരു വിഷയം ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാം എന്നുള്ളതാണ് BJP ഒരു നീക്കത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ നിലപാട് പറഞ്ഞിരുന്നു. കോൺഗ്രസ് ഈ പറയപ്പെടുന്ന 8ഓളം വാർഡംഗങ്ങളെ അനുനയിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. ഇവർ രാജി സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ തെറ്റു സംഭവിച്ചതാണ്, അത് ഏറ്റുപറഞ്ഞാൽ ഇത് മാറ്റിത്തരാമെന്നുള്ളൊരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ DCC പറഞ്ഞിരുന്നു. പക്ഷേ അതിന് തയ്യാറാകാതെയായിരുന്നു അംഗങ്ങൾ ഈ രാജിവെച്ചുകൊണ്ട് പിന്നീട് BJP പിന്തുണച്ച ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ BJP ഇത്തരമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രാജിവെച്ച കോൺഗ്രസിന്റെ 8 വാർഡംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന 10ഓളം അംഗങ്ങൾ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 2:30 തൃശൂർ നഗരത്തിൽ വെച്ചാണ് അവർ മാധ്യമങ്ങളെ കാണുന്നത്. അവരുടെ കൃത്യമായിട്ടുള്ള നിലപാട് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. BJP-ക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ അവരെ BJP-യിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ രാഷ്ട്രീയ നീക്കമായി മാറും, രാഷ്ട്രീയ ചരടുവലിയുടെ ഏറ്റവും വലിയ വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വിശേഷം മറ്റത്തൂരിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. LDF-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മേഖലയായിരുന്നു. 20 വർഷത്തോളം LDF ഭരിച്ച പഞ്ചായത്തിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരമുണ്ടാകും, UDF അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു ഒരു ഭാഗത്തുണ്ടായിരുന്നു. 10 സീറ്റ് LDF ലഭിക്കുന്നു, 10 UDF, 4 സീറ്റുകൾ മാത്രമായിരുന്നു BJP-യെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ വിജയിപ്പിച്ച 8ഓളം കോൺഗ്രസിന്റെ അംഗങ്ങൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് പാർട്ടിയെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഔസേപ്പ് എന്ന് പറയുന്ന മുൻ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് കൂടിയായിരുന്ന വ്യക്തി LDF-ിലോട്ട് പോകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടൽ നടത്തിയില്ല. അവിടെ UDF-ന്റെ ഭരണസമിതി വരുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഈ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് മാത്രമല്ല, BJP-യുടെ വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനവും അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരുന്നു പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ. BJP-യുടെ നേതാക്കൾ അവിടെ എത്തുന്നു. വളരെ കൃത്യമായിട്ടും BJP വിജയിപ്പിച്ചെടുത്ത 4 അംഗങ്ങൾ നേരത്തെ UDF-നെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. ടെസിയെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച 8ഓളം വാർഡംഗങ്ങളും BJP-യുടെ 4 അംഗങ്ങളും വോട്ട് ചെയ്യുന്നു. BJP-യുടെ 1 വോട്ട് അതിൽ അസാധുവാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും 12 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടെസി അവിടെ UDF-നെ പിന്തുണച്ചിരുന്ന ടെസി പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും BJP കരുതിയ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ BJP ആഗ്രഹിക്കുന്നത് പോലെ ഈ അംഗങ്ങളൊക്കെ തന്നെ BJP-യിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ നേതാക്കൾ ഇവിടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. നാഗേഷും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നാക്രമിക്കുന്നുണ്ട് CPM-നെ.
ഈ വാദം അല്ലെങ്കിൽ BJP-യിലേക്ക് ഈ പറയപ്പെടുന്ന അംഗങ്ങളെ കൊണ്ടുവരാനുള്ള നീക്കം അവർ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തെ മറ്റത്തൂരിനെ സംബന്ധിച്ച് ആരും BJP-യിലേക്ക് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നൊരു പരസ്യ പ്രസ്താവന തന്നെ നാഗേശൻ നടത്തുന്നുണ്ട്. പക്ഷെ ആരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും BJP-യുടെ പ്രവർത്തന ശൈലിയോട് താല്പര്യമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഒരു അഭിപ്രായമാണ് ഈ പറയപ്പെടുന്ന നേതാക്കളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗങ്ങൾ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം അതിനിർണായകമാണ്. അവർ പറയാൻ പോകുന്ന നിലപാട് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അവരൊരു പക്ഷേ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തലവേദനയാകും, വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. വിശേഷം ഒരു ഭാഗത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജിനെ പോലെയുള്ള നേതാക്കൾ ഈ മറ്റത്തൂരിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെയും RSS-ന്റെയും BJP-യുടെയും അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേരളം കണ്ടതെന്ന രീതിയിലുള്ള പ്രചാരണം, അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിവിടുന്നുണ്ട്. കോൺഗ്രസ് അതെങ്ങനെ പ്രതിരോധിക്കുമെന്ന് കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഒരു ഭാഗത്തെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ BJP-യുടെ ഒരു ശ്രമം അത് ഫലം കണ്ടാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വിശേഷം സുരേഷ് ഗോപി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടം എന്ന നിലയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP-ക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ BJP-ക്ക് CPM-നാണെങ്കിലും ഇടതുപക്ഷത്തിനാണെങ്കിലും പക്ഷേ മറ്റത്തൂരിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയും നാണക്കേടുമാവുകയാണ്. ഒരു വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ. തീർച്ചയായും വിനീത, നേരത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. BJP, SDP പോലെയുള്ള വർഗീയ ശക്തികളുമായിട്ട് ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും കോൺഗ്രസ് ഉണ്ടാകില്ല, UDF-ൽ ഒരു ഘടകകക്ഷികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം അവർ നേരത്തെ നടത്തിയതായിരുന്നു. പക്ഷേ പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ് കേരളത്തിൽ ആകമാനം UDF-ന്റെ അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വീശി വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലുമായി തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ഗുണം ചെയ്യുന്നൊരു വിലയിരുത്തലായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ നൽകിയിരുന്നത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഭരണസമിതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് കടന്ന സമയത്താണ് അപ്രതീക്ഷ നാടകീയ നീക്കങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കണ്ടത്. അതിൽ മധ്യ കേരളത്തിൽ തന്നെ തൃശ്ശൂരിലാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDP-യുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണത്തിൽ വരുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇപ്പോൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റത്തൂരിൽ ഒരുപക്ഷേ കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ BJP നടത്തിയെന്നുള്ളതാണ്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക DCC ജനറൽ സെക്രട്ടറിയെ KPCC അന്വേഷണ വിധേയമായിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് CPM ആരോപിക്കുന്ന ആരോപണമാണ് അവിടെ പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയ കുതിരക്കച്ചവടം മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ അംഗങ്ങൾ, കാലങ്ങളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്, കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ വിജയിച്ചു വരുന്ന അംഗങ്ങളായിരുന്നു, അവരൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ട് BJP-യുടെ പിന്തുണയോടുകൂടി ഭരണസമിതിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പണം ലഭിച്ചതാണെന്നുള്ള ആരോപണം CPM ഉന്നയിക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ ഇപ്പോഴും തൃശ്ശൂർ കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കോൺഗ്രസ് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ഭാഗത്തുള്ളത്. പക്ഷേ BJP വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉന്നമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ BJP-യിലേക്ക് എത്തുകയാണെങ്കിൽ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കും, BJP-ക്ക് വലിയ ഗുണം ചെയ്യും. അതിനെങ്ങനെ കോൺഗ്രസ് മറികടക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. വിനീത, ശരി. മുബഷീർ P. അക്ബറാണ് തൃശ്ശൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.